സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. എവിടെയെങ്കിലും സൊസൈറ്റി പോകുമ്പോ ഡാൻസ് അറിയാമോ എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് ഡാൻസ് ചെയ്യണം. അതായത് ഇപ്പൊ പ്രവേശിച്ച് ചൊറി വന്നാൽ ചൊറിയുമല്ലോ, അത് മാതിരിയായിരിക്കും ഡാൻസ്. പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പുള്ളി ഒരിക്കലും പഠിക്കാൻ പറ്റാത്ത പണി പഠിച്ചോണ്ടിരിക്കുക. എന്ത് പണിയാ? ഡാൻസ്. ഇതാണ് മാർഗങ്ങൾ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ഓ, ആ മുദ്ര. റെഡി ലേഡീസ്, 1 2 3. ഹിപ്പ് മൂവ്മെന്റ് വേണം സർ. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? വെളിച്ചപ്പാട് തുള്ളൽ എന്നായിരുന്നു പേര്. കിടന്ന് ചാടിയിട്ട് പിത്തം മുഴുവൻ ഇളയാൽ പിന്നെ എനിക്കാ ജോലി. പിന്നെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്.